الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഈ മസ്ജിദിൽ ഇന്ന് ജുമാ ആരംഭിക്കുകയാണ്. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മസ്ജിദ് നിർമ്മാണത്തിനും പരിപാലനത്തിനും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും മറ്റെല്ലാ നിലയിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ മസ്ജിദ് ഉള്ളത്. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യ ചരിത്രത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു പ്രദേശമാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച മഹാന്മാർ ജീവിച്ച പ്രദേശമാണിത്, ഈ മമ്പുറം. ഇവിടെ ആദ്യകാലത്ത് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയതിന് നേതൃത്വം നൽകിയിരുന്ന മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ പ്രവർത്തന കേന്ദ്രവും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ തന്നെയാണ്. അദ്ദേഹം ചെയ്ത വലിയൊരു സേവനം യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസമനുസരിച്ച് ജീവിച്ചു പോരുന്ന കേരളത്തിലേക്ക്, കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് വന്ന ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയപ്പോൾ അത് ഷിയായിസമാണെന്നും അത് ദീനിൽ നിന്നുള്ളൊരു വ്യതിയാനമാണെന്നും കേരളക്കാരെ, പ്രത്യേകിച്ച് മലബാറുകാരെ ബോധ്യപ്പെടുത്തി അവരെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് തങ്ങളായിരുന്നു. നമ്മുടെ നാട്ടിൽ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ള ഒരുപാട് സമ്പ്രദായങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളും അങ്ങനെ തന്നെ നിലനിർത്തിപ്പോന്നിരുന്നു. അതിനെതിരിലും തങ്ങൾ ധാരാളമായി എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ മാപ്പിളന്മാർ, ഈ പ്രദേശത്തുള്ള ആളുകൾ, അവർ ശക്തമായ നിലയിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് നേതൃത്വം വഹിക്കുവാനും തങ്ങളുണ്ടായിരുന്നു. അസ്സൈഫുൽ ബത്താർ എന്നറിയപ്പെടുന്ന കൃതി, തങ്ങളുടെ കൃതി, അത് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ സജീവമാകേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടുള്ളതാണ്. കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ സംബന്ധിച്ച് നടന്ന മിക്ക പഠനങ്ങളിലും ആ കൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ എഴുതിയിട്ടുള്ളതിലും മുസ്ലിങ്ങൾ അല്ലാത്തവർ എഴുതിയിട്ടുള്ളതും. അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും മറ്റു പല യൂണിവേഴ്സിറ്റികളിലും നടന്നിട്ടുള്ള ഗവേഷണങ്ങളിൽ, PhD പ്രബന്ധങ്ങളിൽ, തീസിസുകളിൽ
കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുസ്ലിം പണ്ഡിതന്മാരും അറബി പണ്ഡിതന്മാരും നൽകിയിട്ടുള്ള സംഭാവനകൾ പറയുമ്പോൾ ഈ കൃതിയുടെ കർത്താവായ മമ്പുറം തങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ദീനനുസരിച്ച് ഒരു വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായെങ്കിലും ദീനിയായ അനുഷ്ഠാനങ്ങൾ കുറവായിരുന്നു. ചില ബൈത്തുകളും മാലകളും മൗലൂദുകളും മറ്റേയായി നടക്കുന്ന ആളുകളെ നമസ്കാരം പഠിപ്പിക്കുവാനും ദീൻ പഠിപ്പിക്കുവാനും അനുഷ്ഠാനം പഠിപ്പിക്കുവാനും ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പള്ളികൾ നിർമ്മിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുത്രൻ സയ്യിദ് ഫസൽ, അദ്ദേഹം മരണപ്പെട്ടത് തുർക്കിയിലാണ്. ഇവിടെ നിന്ന് അദ്ദേഹത്തെ നാട് കടത്തിയതാണ്. അതിൻ്റെ കാരണവും സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. പിന്നീട് അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിൽ ഗവർണറാവുകയും അവിടുത്തെ ഖലീഫമാരുമൊക്കെ ആയി ബന്ധപ്പെടുകയും അവിടെ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, അതിൻ്റെ പേര് ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുക്കാം എന്നാണ്. ആ ഗ്രന്ഥത്തിലും ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിതാവ് മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ശൈഫുൽ ബത്താറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനിത് ഇന്നത്തെ ആദ്യത്തെ ജുമയിൽ ഒരു ആമുഖമായി പറയാനുള്ള കാരണം, ഒരു പള്ളി വരുമ്പോൾ, ഒരു മസ്ജിദ് വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ചരിത്രവും അവിടെ നിന്ന നവോത്ഥാനവും അവിടെ ഉണ്ടായിരുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഓർക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ പള്ളി ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവും അഖീദയും വിശ്വാസ പ്രമാണവും പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. യഥാർത്ഥ സുന്നി വിശ്വാസമാണ് നമുക്കിവിടെ പറയാനും ചെയ്യാനും ഉള്ളത്. അള്ളാഹുവിൻ്റെ കിതാബും നബിയുമേൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുമാണ്. അത് മുറുകെ പിടിച്ച് ജീവിക്കലാണ് അഹ്ലുസ് സുന്നയിൽപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ വിജയിച്ച കക്ഷി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ പെടണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് ഓരോ കാര്യങ്ങളും സലഫു സ്വാലിഹീങ്ങളുടെ ജീവിതവും വിശ്വാസവും ആരാധനയുമായി ഒത്തുനോക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ച അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖൈറു യൗമിൻ തലഅത് ഫീ അലൈഹി ശംസ് യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അന്ന് നമ്മൾ ചെയ്യേണ്ട കുറേ അദബുകളും അതിലൊന്ന് ഫഅക്സിറു അലയ്യ സ്വലാത്ത ഫീഹി, വെള്ളിയാഴ്ച ദിവസം എനിക്ക് ധാരാളമായി നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്നാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവിൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് ചെയ്യുന്നു. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വലാത്തും സലാമും പറയുക എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറയുന്നത് അനുഗ്രഹത്തിന് വേണ്ടി മലക്കുകൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നാം ചൊല്ലുന്ന സ്വലാത്ത് അത് സ്വലാത്ത് ചൊല്ലലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കലുമാണ്. വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. നമ്മളൊക്കെ എന്നും കുളിക്കുന്നവരായതുകൊണ്ട് വെള്ളിയാഴ്ച കുളി ആ നിയ്യത്ത് മറന്നുപോകും. ഏത് അമലിനും ഒരു നിയ്യത്ത് വേണമെന്നാണല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നാൽ നോമ്പാവില്ല, നോമ്പിന് നിയ്യത്ത് വേണം. ഒരാൾ വീണുപോയപ്പോൾ സുജൂദിന്റെ രൂപത്തിലായാൽ സുജൂദാവില്ല, സുജൂദാവാൻ സുജൂദിന്റെ നിയ്യത്ത് വേണം. അതുപോലെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നമ്മൾ കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി നേരത്തെ പള്ളിയിലേക്ക് വരണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പള്ളിയിൽ വരണം. ഒരാൾ പള്ളിയിൽ വെള്ളിയാഴ്ച എത്തിയിട്ട് പള്ളിയിലെത്തിയാൽ തഹിയ്യത്ത് നമസ്കരിക്കണം, അവിടെ നിന്ന് ദിക്റും ദുആയും ചെയ്യണം, അതുപോലെ ഖുർആൻ പാരായണം ചെയ്യണം. ഇമാം മിമ്പറിൽ ഖുത്ബ തുടങ്ങുന്നത് വരെ മലക്കുകൾ പള്ളിയിൽ വരുന്ന ആളുകളുടെ പേരുകൾ, വിവരങ്ങൾ അത് രേഖപ്പെടുത്തുമെന്നും ഇമാം ഖുത്ബ തുടങ്ങുന്നതോടുകൂടി
അത് അവസാനിപ്പിക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. നേരത്തെ പള്ളിയിലെത്തുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്നാണ് വെള്ളിയാഴ്ച. അത് ഹദീസിൽ വന്നിട്ടുള്ളത് ഒരൊട്ടകത്തെ അടുത്ത് ദാനം ചെയ്ത പ്രതിഫലം കിട്ടും ആദ്യം എത്തുന്ന ആൾക്കുന്ന. പിന്നെ എത്തുന്ന ആൾക്ക് അതിനേക്കാൾ കുറവായിരിക്കും. പിന്നെ എത്തുന്ന ആൾക്ക് അവസാനം ഒരു കോഴിമുട്ടയെങ്കിലും ദാനം ചെയ്ത പ്രതിഫലമാണ് അവസാനം എത്തിയ ആൾക്കുണ്ടാവുക എന്നാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ശീലം പള്ളിയിൽ അവസാനം എത്തുകയും ആദ്യം പോവുകയും ചെയ്യുന്ന രീതിയാണ്. അങ്ങനെയല്ല, നമ്മൾ നേരത്തെ പള്ളിയിലെത്തണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വെള്ളിയാഴ്ച ധാരാളമായി സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞല്ലോ. അത് വെള്ളിയാഴ്ചയുടെ പകലിലും വെള്ളിയാഴ്ച രാവിലും എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയിലും ആ ദിവസം എന്ന നിലക്ക് അതിന് പ്രത്യേകത ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊന്ന്, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നതാണ്. അതും വെള്ളിയാഴ്ചയിലെ ഒരു പുണ്യമായി പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വെള്ളിയാഴ്ച ദിവസം നാം വെള്ളിയാഴ്ചയാണല്ലോ എന്ന നിലക്ക് ഒരു ആലോചനയും ഒരു ചിന്തയും നമുക്ക് ഉണ്ടാവണം. സയ്യിദുൽ അയ്യാം എന്നൊരു പേരുണ്ട് വെള്ളിയാഴ്ചക്ക്, ദിവസങ്ങളിലെ സയ്യിദാണ് എന്ന്. ആ നിലക്ക് വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമഅയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ജുമഅ എന്നൊരു അധ്യായം തന്നെയുണ്ട് ഖുർആനിൽ, ചെറിയൊരു സൂറത്ത്. അതിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. സത്യവിശ്വാസികളെ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വിളിക്കപ്പെട്ടാൽ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വളരെ പെട്ടെന്ന് പോകണം എന്നാണ്. ഇപ്പൊ വെള്ളിയാഴ്ചത്തെ വിളി ഈ ജുമാക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ്. ഇപ്പൊ വളരെ വേഗം നിങ്ങൾ പള്ളിയിലെത്തണമെന്നാണ്. ദിക്റുള്ള എന്നതിൽ ഒന്നാമത്തെ ദിക്റ് തന്നെ അള്ളാഹുവിന്റെ ദിക്ർ തന്നെ വലിയ പുണ്യമാണ്. ആ ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അതാണ് അഫ്ദലുൽ ദിക്ർ. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. പിന്നെ വെള്ളിയാഴ്ചത്തെ നമസ്കാരവും ഖുതുബ കേൾക്കലും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതും ദിക്റുള്ളയിൽ ഉൾപ്പെടുമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടങ്ങൾ നിർത്തിവെക്കുക എന്നാണ്. നമ്മൾ വളരെ തിരക്കുള്ള ആളുകളാണ്. നമ്മൾ രാവും പകലും പണിയെടുത്തിട്ടാണ് ജീവിച്ചു പോരുന്നത്. അപ്പൊ കച്ചവടം, വ്യവഹാരം, ഏർപ്പാടുകൾ അതൊക്കെ ഈ വെള്ളിയാഴ്ചത്തെ ജുമാ സമയമാകുമ്പോൾ അത് നിർത്തിവെക്കുക. അതിൽ നമ്മൾ ഭയപ്പെടേണ്ടതൊന്നുമില്ല. കാരണം അല്ലാഹു തആലയാണ് നമുക്കെല്ലാം നൽകുന്നത്, നമുക്ക് പണം നൽകുന്നത്, നമുക്ക് ഭക്ഷണം നൽകുന്നത്. അപ്പൊ ഈ അരമണിക്കൂർ സമയം നമ്മൾ കച്ചവടം ചെയ്തില്ലെങ്കിലും അല്ലാഹു തആല നമുക്ക് നാം ചെയ്യുന്ന കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യും എന്ന് നാം വിശ്വസിക്കണം. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാമെങ്കിൽ. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടി പുറപ്പെടുകയും വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ. ഇവിടെ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. അതിന്റെ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക, നിങ്ങളുടെ ഏർപ്പാടുകളിൽ വ്യാപൃതരാവുക. നിങ്ങൾ അള്ളാഹിന്റെ ഫദ്ലിനെ, ധനവും സ്വത്തുക്കളും ഒക്കെ അന്വേഷിച്ച് അതിന്റെ പണി ചെയ്തു കൊള്ളുക. അവിടെയും വദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ദിക്ർ ചെയ്യണം എന്ന് പറഞ്ഞു. വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം. ഇടപാടുകളിലും കച്ചവടങ്ങളിലും സമ്പാദ്യങ്ങളിലും ഒക്കെ അത് നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്നു. ഈ ആയത്ത് അവതരിച്ചതിനൊരു ആയത്തിന്റെ അവതരണ പശ്ചാത്തലമുണ്ട്, സബബ് നുസൂൽ എന്ന് പറയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അതായത് കച്ചവട സംഘം വന്നു. കച്ചവട സംഘം വരിക എന്നത് അന്നൊരാഘോഷമാണ്. സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ. കാരണം ഇന്നത്തെ പോലെ മാർക്കറ്റും ഷോപ്പുകളും ഒന്നുമില്ലല്ലോ. എപ്പോഴെങ്കിലും വരുന്ന കച്ചവട സംഘങ്ങളിൽ നിന്നാണ് ആളുകൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക. അങ്ങനെ ഒരു കച്ചവട സംഘം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സംഘം വന്നത്. അപ്പോൾ ആൾക്കാർ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ആ സംഘത്തിൻ്റെ അടുത്തേക്ക് പോവുകയും സാധനങ്ങൾ വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി.
ഒരു റിപ്പോർട്ടിലുള്ളത് 12 പുരുഷന്മാർ ആണ് അവശേഷിച്ചിരുന്നതെന്നാണ്. വേറൊരു റിപ്പോർട്ടിൽ 12 പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു പിന്നെ പള്ളിയിൽ ഉണ്ടായിരുന്നതെന്നാണ്. അപ്പോഴാണ് നിങ്ങളുടെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ജുമാക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ അത് നിർത്തിവെച്ച് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വരണം എന്ന ഈ ആയത്ത് അവിടെയാണ് അവതരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയെ പ്രത്യേകമായി ഓർക്കണം. അന്നിപ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ എന്ന് നമ്മൾ ഓർക്കണം. നമ്മളെ കുടുംബത്തിൽ മക്കളോടും കുട്ടികളോടും ഒക്കെ പറയണം, വെള്ളിയാഴ്ചയുടെ പേരിൽ നമ്മൾ ചെയ്യേണ്ട അദബുകളെല്ലാം നമ്മൾ പാലിക്കുകയും നേരത്തെ പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്യണം. പിന്നെ നമ്മൾ പള്ളിയിൽ വന്നാൽ നമുക്കറിയാം തഹിയ്യത്ത് നമസ്കരിക്കണം. ഇമാം ഖുത്ബ പറയുന്ന സമയത്താണെങ്കിൽ പോലും പള്ളിയിൽ കടന്നു വന്നാൽ പെട്ടെന്ന് തഹിയ്യത്ത് നമസ്കരിക്കണമെന്നാണ്. അങ്ങനെ സംഭവമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുമ്പോൾ ഒരാൾ പള്ളിയിലേക്ക് വന്ന് അവിടെ അങ്ങ് ഇരുന്നു. അങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട്, കാരണം റസൂലുള്ളാഹി പ്രസംഗിക്കല്ലേ, ഖുത്ബ പറയല്ലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്, എഴുന്നേറ്റ് വേഗത്തിൽ 2 റക്അത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞത് തഹിയ്യത്തുൽ മസ്ജിദാണ്. അതും നമ്മൾ ശീലമാക്കണം. ധൃതിപ്പെടാതെ പള്ളിയിൽ വന്നിരുന്ന് നമ്മുടെ അമലുകളെല്ലാം ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്യണം. ഇസ്ലാമും മുസ്ലിം സമൂഹവും എത്രത്തോളം അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്കും അടുത്തു വരുന്നുവോ അത്രയായിരിക്കും ആ സമൂഹത്തിൻ്റെ സംസ്കാരം മെച്ചപ്പെടുന്നത്. സംസ്കാരം വലിയൊരു വിഷയമാണല്ലോ. ആരാധനാലയങ്ങളുണ്ട്, ആരാധനകളുണ്ട്, മതവിശ്വാസികളെ അറിയുന്ന അടയാളങ്ങളൊക്കെയുണ്ട്. പക്ഷേ സംസ്കാരം, നല്ല പെരുമാറ്റം, നല്ല ഇടപഴകലുകൾ, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ദഅവത്തിന് പ്രധാനം. ഇത് ഒരു ദഅവാ സംഘമാണ്. സലഫു സാലിഹ്യങ്ങളുടെ ജീവിതക്രമം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രബോധനം ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ സന്ദേശം ആളുകൾക്ക് കിട്ടേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടുമാണ്. വെറും ആദർശം മാത്രം രേഖപ്പെടുത്തി വെച്ചു എന്നതുകൊണ്ട് അത് ആളുകൾക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മസ്ജിദ്, ഈ മഹത്തായ സ്ഥാപനം ആ ഒരു സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ, എല്ലാവർക്കും വരാനും എല്ലാവർക്കും നമസ്കരിക്കുവാൻ, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കലിമത്ത് കേൾക്കുവാനുമുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدلله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും മനസ്സിലാക്കി അതിലെ നിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ അവസരമുണ്ടായി എന്നതാണ്. ഒരു പക്ഷേ നമ്മൾ അതിന് വലിയ സേവനമൊന്നും ത്യാഗമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ പൂർവികരായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വെളിച്ചം ലഭിച്ചു. ആ വെളിച്ചത്തിലേക്ക് അവർ ആകൃഷ്ടരായി. അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മുടെ പൂർവികരായ ആളുകൾ ഏറ്റെടുത്ത ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നമ്മളും ജനിച്ചു വന്നവരാണ് അധികം ആളുകൾ. ചില ആളുകൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഈ മാർഗം സ്വീകരിച്ചിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ശരിയായ പാതയിൽ, ഈമാനിൽ, വിശ്വാസത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയതിന് നാം അള്ളാഹുവിനോട് സ്തുതികൾ അർപ്പിക്കണം. ഓരോ ആളുകളും എന്തായിത്തീരുന്നു എന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർ ജീവിക്കുന്ന ചുറ്റുപാടാണ്. നല്ല മനുഷ്യരായി ജീവിച്ചു പോരുന്ന ആളുകൾ അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു നല്ല ചുറ്റുപാട് അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. സാഹചര്യം, കുടുംബത്തിലോ നാട്ടിലോ പഠന സ്ഥലത്തോ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും. അതുപോലെ തന്നെ ആളുകൾ
മോശമായി പോയത് നമ്മൾ നോക്കിയാൽ, നല്ല മനുഷ്യർ തന്നെ മോശമായി പോയത്, മോശമാവാനുള്ള ഒരു സാഹചര്യം അവരുടെ വീട്ടിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപ്പക്കങ്ങളിലോ ജോലി സ്ഥലത്തോ പഠന സ്ഥലത്തോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ നാം നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി, ഈ പ്രകാശം കെട്ടുപോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ പറയുന്ന ഒരു ദിക്റാണല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. നമ്മെ മരിപ്പിച്ച ശേഷം വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. നമ്മൾ മരിച്ചു കിടക്കുന്ന മാതിരിയായിരുന്നു ഉറക്കത്തിൽ. ഉറക്കം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജീവിതം തുടങ്ങുകയാണ്, ജീവൻ തിരിച്ചു കിട്ടുകയാണ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ അപ്പോൾ പറയുന്നത് വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നത് കൊണ്ടാണ്, ജീവൻ തിരിച്ചു കിട്ടിയത് കൊണ്ടാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ആരംഭിക്കുകയാണ്. അള്ളാഹുവിലേക്കാണ് തിരിച്ചു പോവാനുള്ളത് എന്ന ഓർമ്മ പുതുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ ചെയ്യുന്ന പ്രാർത്ഥനകൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. അതിലെല്ലാം ഉൾക്കൊണ്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, ഉപകാരപ്പെടുന്ന അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വറിസ്ഖൻ തയ്യിബ, നല്ല ആഹാരവും, വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും. 3 കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാം അതിൽ ഉൾപ്പെട്ടു. ഇൽമുൻ നാഫിഅ, ഉപകാരപ്പെടുന്ന അറിവ് കിട്ടണം. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, സ്വന്തത്തിന് ഉപകാരപ്പെടുന്ന, നാടിന് ഉപകാരപ്പെടുന്ന അറിവ്. അപ്പൊ അറിവ് ധാരാളമുണ്ട്. പല അക്രമികളും ധാരാളം പഠിച്ചിട്ടാണ് അക്രമത്തിലേക്ക് പോകുന്നത്. ഭീകരവാദികൾ, ബോംബുണ്ടാക്കുന്നവർ, ആക്രമിക്കുന്നവരൊക്കെ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ധാരാളം പഠിക്കുന്നുണ്ട്. സയൻസും ടെക്നോളജിയും അവർ പഠിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ നാശം ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് ഉപകാരപ്പെടുന്ന ഇൽമിനെ തരണമേ. അതുപോലെ വരിസുക്കൻ ത്വയ്യിബ, ത്വയ്യിബായ നല്ല ആഹാരം നൽകണമേ. ആ ത്വയ്യിബൽ അല്ലാഹു ഹലാലാക്കിയ ആഹാരമായിരിക്കണം, നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്നതായിരിക്കണം. ആ നിലയിൽ നല്ല ആഹാരം. ഖുർആനിൽ ഹലാലൻ ത്വയ്യിബൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലാലും ആയിരിക്കണം, തയ്യിബുമായിരിക്കണം എന്നത്. 3-മത്തത് വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തികൾ. നമ്മൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും. അതിൽ എത്രയുണ്ട് അള്ളാഹുവിന് അതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റിയ ഗുണമുള്ളത്? ഇങ്ങനെയാണല്ലോ, ഏത് സാധനങ്ങൾ എടുത്തു നോക്കിയാലും നല്ലതും മോശവും ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഭക്ഷ്യവസ്തുക്കളായാലും പച്ചക്കറികളും പഴങ്ങളൊക്കെ ആയാലും നമ്മൾ അതിന് തിരഞ്ഞെടുക്കുക നല്ലത് മാത്രമല്ലേ. അപ്പൊ നമ്മുടെ അമലുകളിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുക്കൽ നടത്തിയാൽ സ്വീകരിക്കാൻ പറ്റുന്ന നല്ലതായിരിക്കണം എൻ്റെ അമൽ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് രാവിലെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതുമാണ്. അതുപോലെ ഒരു ദുആണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു. അതിന്റെ ആശയം, അല്ലാഹുവേ, ഇന്നത്തെ ഈ ദിവസവും ഇതിന്റെ അങ്ങോട്ടുള്ള ദിവസങ്ങളും എനിക്ക് അതിലുള്ള നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലതായി തീരണമേ, എല്ലാ ദിവസവും എനിക്ക് നല്ലതായി തീരണമേ. ഈ ദിവസത്തിൻ്റെയും വരും ദിവസങ്ങളുടെയും എല്ലാ ഷർ, മോശമായ ചീത്തയായ കാര്യങ്ങളിൽ നിന്നും ഞാൻ അല്ലാഹുവേ നിന്നോട് ശരണം തേടുന്നുവെന്ന്. അപ്പൊ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ലവനായി ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒക്കെയാണ് നമ്മൾ നമ്മുടെ രാവിലെ പ്രഭാതം, സുപ്രഭാതം ആരംഭിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെ നല്ല മനസ്സോടുകൂടി ജീവിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ആളുകളായി തീർന്നാൽ നമുക്ക് അന്നത്തെ ദിവസം നല്ലതായി തീരും എന്നത് ഉറപ്പാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാൻ റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും നീക്കിത്തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങളെ
വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.